ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കുറേയധികം നാളുകളായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരുന്ന സൂപ്പർ ഓവർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ സൂപ്പർ ഓവർ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പുതിയ എപ്പിസോഡുകളിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡിങ് ചോദ്യങ്ങൾ 2021 മുതൽ നാളിതുവരെ PSC നടത്തിയ എല്ലാ പരീക്ഷകളിലെയും ചോദ്യങ്ങളിൽ നിന്നും തരം തിരിച്ച്, അതായത് ഓരോ ടോപ്പിക്ക് വൈസ് തിരിച്ച് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വൃത്തിയായിട്ട് എല്ലാ ചോദ്യങ്ങളും പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ തീർത്ത 2 ടോപ്പിക്കുകളാണ് കൃത്യങ്കങ്ങളും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസും. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, അതായത് മിക്കപ്പോഴും PSC പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കാറുള്ളൊരു പാഠമാണ് പലിശ, സാധാരണ പലിശയും കൂട്ടുപലിശയും. അപ്പം 2021 മുതൽ ഇന്ന് വരെ നടന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും സാധാരണ പലിശ, കൂട്ടുപലിശ എന്നീ പാഠങ്ങളിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ കൃത്യമായ മെത്തേഡും ഷോർട്ട് കട്ടും എല്ലാം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു പ്രോത്സാഹനമായി തന്നുകൊണ്ട് മുഴുവനായും വീഡിയോ കണ്ടു തീർത്തതിന് ശേഷം കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട്, ഒരു നല്ല ഭാവി നേർന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പലിശ. ശരി, പലിശയിൽ നിന്നുള്ള നമ്മുടെ ആദ്യ ചോദ്യം പരിചയപ്പെടാം. 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? ചോദ്യം ഒരിക്കൽ കൂടി. 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര കൊല്ലം കഴിയണം? ഓപ്ഷൻ ഉണ്ട് 8, 10, 12, 6. മക്കളെ, നമുക്ക് ഇത് നമ്മൾ സാധാരണ പലിശ എന്ന ടോപ്പിക്കിനകത്തിൽ വളരെ വ്യക്തമായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഈ ഒരു 4000 രൂപ എന്നുള്ളത് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുക. ഈ 4000 രൂപ എന്നുള്ളത് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുക. മക്കളെ, ചോദ്യം ആ 4000 രൂപ ഇല്ലാതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 10% പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? 4000 രൂപയ്ക്ക് പകരം ഒരു തുക എന്ന് മാത്രം ചേർക്കുക. അവിടെ തുക ഇല്ലാതെ നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ഒരു തുക 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര കൊല്ലം കഴിയണം എന്നല്ലേ ചോദ്യം. ശരി, നമ്മുടെ ഈ ചോദ്യം അല്ലെങ്കിൽ 4000 തന്നിരിക്കുന്നത് നമ്മുടെ സമയം കുറച്ച് PSC കാർന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. 4000 രൂപ എന്ന് പറഞ്ഞ തുക അവിടെ ഇല്ല എന്ന് ചിന്തിക്കുക. ഇതൊരു സാധാരണ പലിശയിൽ നിന്നുള്ള ചോദ്യമാണ്. 10% പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിക്കാൻ വേണ്ട വർഷങ്ങളുടെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു തുക ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 200 ആവുക എന്നർത്ഥം. അതിൽ 200-നകത്തിൽ 100 നമ്മുടെയാണ്. 100 PSC ബാങ്കുകാർ തരത്തുള്ളൂ, ശരിയാണോ? 100 ബാങ്കുകാർ തരത്തുള്ളൂ, ശരിയാണോ? അതുപോലെ ഒരു തുക 3 മടങ്ങാകുക എന്ന് കേട്ടാൽ 300 എന്നർത്ഥം, 300 ആകുക എന്നർത്ഥം. അതിൽ 1 മടങ്ങ് നമ്മുടെയാണ്, ബാക്കി 2 മടങ്ങേ അവർ തരത്തുള്ളൂ, അതായത് 200 അവർ തരത്തുള്ളൂ. ഒരു തുക 4 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 400 ആവുക എന്നർത്ഥം. എന്നാൽ അതിലെ 1 മടങ്ങ് മക്കളെ നമ്മുടെ സ്വന്തമാണ്, ബാക്കി 300 ബാങ്കുകാർ തരത്തുള്ളൂ. ഒരു തുക 5 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 500 ആവുക എന്നാണ്. അതിലെ 1 മടങ്ങ്, അതായത് 100 നമ്മുടെയാ, ബാക്കി 400 അവർ തരത്തുള്ളൂ. ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തുക അപ്പോൾ ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 200 ആവുക എന്നല്ലേ അർത്ഥം? അതെ, 200 ആകുമ്പോഴും 100 നമ്മുടെയാ, 200 ആകുമ്പോഴും 100 നമ്മുടെയാ. ശരി, എങ്കിൽ 100 ബാങ്കുകാർ തരുന്നുള്ളൂ. നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവർ തരുന്ന തുക, അവർ തരുന്ന ഇരട്ടി, അവർ തരുന്ന ഇരട്ടി എന്ന് പറഞ്ഞാൽ 1 ഇരട്ടി അവർ തരത്തുള്ളൂ. 2 ഇരട്ടി ആകുമ്പോൾ മക്കളെ 1 ഇരട്ടി നമ്മുടെ സ്വന്തമാണ്, 1 ഇരട്ടിയെ ബാങ്കുകാർ തരത്തുള്ളൂ. എങ്കിൽ അവർ തരുന്ന ഇരട്ടിയെ അവിടെ എന്താണോ മിച്ചമുള്ളത്, അതായത് പലിശ നിരക്കാണ് മിച്ചമുള്ളതെങ്കിൽ അതുകൊണ്ട് ഹരിക്കുക, വർഷങ്ങളുടെ എണ്ണം കിട്ടും. വർഷങ്ങളുടെ എണ്ണമാണ് മിച്ചമുള്ളതെങ്കിൽ അതുകൊണ്ട് ഹരിക്കുക, പലിശ നിരക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പലിശ നിരക്കാണ് മിച്ചമുള്ളത്, അതുകൊണ്ട് പലിശ നിരക്ക് കൊണ്ട് ഹരിച്ചാൽ മതി, വർഷങ്ങളുടെ എണ്ണം കിട്ടും. 100/10 എന്ന് പറഞ്ഞാൽ 10 വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി 10 ആണ്. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി 10 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല. ഈ ചോദ്യം ഇനിയിപ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കട്ടെ. ഒരു തുക ഇരട്ടിക്കാൻ 10 വർഷം വേണം എങ്കിൽ പലിശ നിരക്ക് എത്ര? ഒരു തുക ഇരട്ടിക്കാൻ 10 വർഷം വേണം എങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ 2 ഇരട്ടിയാവുക എന്നാണ്. അതിലെ 1 ഇരട്ടി നമ്മുടെ സ്വന്തമാണ്, 1 ഇരട്ടിയെ ബാങ്കുകാർ തരത്തുള്ളൂ. എങ്കിൽ ബാങ്കുകാർ തരുന്ന ഇരട്ടിയെ
അവിടെ എന്താണോ മിച്ചമുള്ളത്, വർഷമാണ് മിച്ചമുള്ളതെങ്കിൽ വർഷം കൊണ്ട് ഹരിക്കുക, പലിശ നിരക്ക് കിട്ടും. എങ്കിൽ 100നെ 10 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും 10% എന്ന്. നമ്മുടെ ശരി ഉത്തരം 10%. അപ്പം ഇവിടുത്തെ ഉത്തരം 10 വർഷം. ഇവിടെ വർഷമാണ് ചോദ്യം, അതുകൊണ്ട് വർഷങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 10. ക്ലിയർ ആണോ? വ്യക്തമായി കാണുമെന്ന് കരുതട്ടെ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. 48,000 രൂപ ഒരു വർഷത്തേക്ക് 8% നിരക്കിൽ അർദ്ധവാർഷികം കൂട്ടിച്ചേർക്കുമ്പോൾ രൂപയുടെ കൂട്ടുപലിശ കണ്ടെത്തുക. ഒരു ഡിഗ്രി തല ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആശയം ഒരുപക്ഷെ പൂർണ്ണമായിട്ടും മലയാളത്തിൽ വായിച്ചാൽ കിട്ടത്തില്ല. എന്നാൽ ഇത് ഇംഗ്ലീഷിൽ വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ആശയം മനസ്സിലാക്കാം. എങ്കിലൊന്നുമില്ല, ചോദ്യം ഇങ്ങനെയാണ്: 48,000 രൂപ ഒരു വർഷത്തേക്ക് 8% നിരക്കിൽ അർദ്ധവാർഷികമായി നിക്ഷേപിക്കുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ എന്നുള്ളത് വിട്, നിക്ഷേപിക്കുമ്പോൾ രൂപയുടെ 48,000 രൂപയുടെ കൂട്ടുപലിശ കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഒന്നുമില്ല, 48,000 രൂപ നോക്ക്, 48,000 രൂപ, 48,000 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. ഒരു വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. പലിശ നിരക്ക് 8%. ഓക്കെ, എങ്കിൽ ഇങ്ങനെ നിക്ഷേപിക്കുമ്പം അർദ്ധവാർഷികമായിട്ട് പലിശ കാണുന്ന ബാങ്കാണെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന കൂട്ടുപലിശ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ഒരു വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന കൂട്ടുപലിശ കണ്ടെത്തുക. ഞാൻ നിങ്ങളോട് നമ്മുടെ കൂട്ടുപലിശ എന്ന ടോപ്പിക്കിൽ അർദ്ധവാർഷികം എന്നൊരു സാധനം വന്നാൽ എന്താണ് ചെയ്യേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ചോദ്യം 48,000 രൂപയ്ക്ക് 8% നിരക്കിൽ ഒരു വർഷത്തെ കൂട്ടുപലിശ കണ്ടെത്തുക, അർദ്ധവാർഷികമാണ് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കളെ. ഇവിടെ നമ്മുടെ നിക്ഷേപിക്കുന്ന തുകയിൽ മാറ്റമൊന്നുമില്ല. നിക്ഷേപിക്കുന്ന തുക അങ്ങനെ തന്നെ, അത് വാർഷികമാണെങ്കിലും അർദ്ധവാർഷികമാണെങ്കിലും പാറവാർഷികമാണെങ്കിലും നിക്ഷേപിക്കുന്ന തുക അത് തന്നെ. നിക്ഷേപിക്കുന്ന തുകയിൽ ഒരു മാറ്റവുമില്ല. ശരിയാണോ? ഇനി ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കണം, ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ പലിശ കാണേണ്ടി വരും? അർദ്ധവാർഷികം എന്ന് പറഞ്ഞ മക്കളെ 6 മാസം കൂടിയിരിക്കുമ്പം പലിശ കാണുന്ന സമ്പ്രദായമാണ്. എങ്കിൽ ഒരു വർഷത്തിൽ എത്ര തവണ പലിശ കാണേണ്ടി വരും? പറ. ഒരു വർഷത്തിൽ എത്ര തവണ 6 മാസങ്ങൾ ചേരും? ഒരു വർഷത്തിൽ 2 തവണ 6 മാസം വരും. അപ്പോൾ ഒരു വർഷത്തിൽ 2 അർദ്ധവർഷങ്ങൾ. അതുകൊണ്ട് നമ്മൾ വർഷങ്ങളുടെ എണ്ണത്തെ 2 എടുക്കണം. മക്കളെ ഒന്നുമില്ല, തന്നിരിക്കുന്ന വർഷത്തിൽ എത്ര അർദ്ധവർഷങ്ങളുണ്ടെന്ന് നോക്കണം. ഒരു വർഷത്തിൽ 2 അർദ്ധവർഷം, 2 വർഷത്തിൽ 4 അർദ്ധവർഷം, 3 വർഷത്തിൽ 6 അർദ്ധവർഷം, 1.5 വർഷത്തിൽ 3 അർദ്ധവർഷം. അപ്പം ഇവിടെ ഒരു വർഷത്തിൽ 2 അർദ്ധവർഷം ഉള്ളത് കൊണ്ട് വർഷങ്ങളുടെ എണ്ണം 2. ശരി, ഇനി പലിശ നിരക്ക് മക്കളെ ഒരു വർഷത്തേക്ക് 8%. നമ്മൾ പലിശ കാണുന്നത് അര വർഷം കൂടിയിരിക്കുമ്പോഴാണ്. അര വർഷം കൂടിയിരിക്കുമ്പോഴാണ്. ഒരു വർഷം 8% പലിശ നിരക്കെങ്കിൽ അര വർഷം കൂടിയിരിക്കുമ്പം 4% വെച്ചേ തരത്തുള്ളൂ. എടാ, ഒരു വർഷത്തേക്കാണ് 8%, എങ്കിൽ ഉറപ്പായിട്ടും അര വർഷത്തേക്ക് മക്കളെ 4% വെച്ച്. ഇതാണ് നമ്മുടെ പുതിയ ചോദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എടാ, അർദ്ധവാർഷികം കണ്ടാൽ തുകയിൽ ഒരു മാറ്റവുമില്ല. വർഷത്തിനെ 2 കൊണ്ട് ഗുണിക്കണം. ഇനി വേണേൽ കാണാതെ പഠിച്ചു. വർഷത്തിനെ 2 കൊണ്ട് ഗുണിക്കണം, പലിശ നിരക്കിനെ 2 കൊണ്ട് ഹരിക്കണം. വർഷത്തിനെ 2 കൊണ്ട് ഗുണിക്കണം, പലിശ നിരക്കിനെ 2 കൊണ്ട് ഹരിക്കണം. ഇതേ സാധനം പാദവാർഷികമായിരുന്നെങ്കിൽ വർഷത്തിനെ 4 കൊണ്ട് ഗുണിക്കണം, പലിശ നിരക്കിനെ 4 കൊണ്ട് ഹരിക്കണം. വർഷത്തിനെ 4 കൊണ്ട് ഗുണിക്കണം, പലിശ നിരക്കിനെ 4 കൊണ്ട് ഹരിക്കണം. ശരി, എങ്കിൽ ഇതാണ് നമ്മുടെ പുതിയ ചോദ്യം. ഇതിട്ടാണ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. 48,000 രൂപയ്ക്ക് 4% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ. ശരി, 2 വർഷത്തെ കൂട്ടുപലിശ കാണാൻ നമ്മൾ പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പം നമ്മളെ 1 to 1 ഉപയോഗിക്കുമ്പം 48,000 രൂപയാണ്. നമ്മൾ ആദ്യം 1 നേരെ എഴുതും 48,000. ശരി, ഈ 48,000ൻ്റെ 4% അങ്ങോട്ട് കണ്ടുപിടിക്കണം. നമുക്കറിയാം 48,000ൻ്റെ 4% കണ്ടുപിടിക്കാൻ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. എടാ, 4% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1%ത്തെ 4 കൊണ്ട് ഗുണിച്ചാൽ 4% ആകും. അപ്പോൾ 48,000ൻ്റെ 1% കാണുന്നത് എങ്ങനെയാണ്? ഏതൊരു സംഖ്യയുടെ 1% കാണാൻ വലത്തുനിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. ഏതൊരു സംഖ്യയുടെ 1% കാണാൻ വലത്തുനിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. എങ്കിൽ 1% മക്കളെ 48,000ൻ്റെ 1% 450 എന്ന് വരും. അതിനെ 4% ആക്കാൻ ഇൻറ്റു 4 ചെയ്താൽ മതി. ഓക്കെ ആണോ? ശരി, ഗുണിക്കാം. 4 0 0, 8 4 32 2, ശിഷ്ടം 3, 4 4 16 3 19, 1920 എന്ന് വരും.
അടുത്തത് 1920 4% അപ്പുറത്തോട്ട് കണ്ടുപിടിക്കണം. അതിന് 1920 1% 4 കൊണ്ട് ഗുണിച്ചാൽ 4% ആയിക്കോളും. അപ്പോൾ 1920 1% എന്ന് പറഞ്ഞാൽ മക്കളെ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം 19.20 എന്ന് പറഞ്ഞാൽ 19.2. അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 കൊണ്ട് ഗുണിക്കാം. 4 2 8. ശരി, പോയിന്റ് കൊടുത്ത് 9 4 36 6. ഓക്കെ, ശിഷ്ടം 3. 1 4 4 4 3 7 76.8 വരും. ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൂട്ടുപലിശയാണ്. എങ്കിലും നമുക്ക് മൊത്തം ഒന്ന് ഗുണിച്ചേക്കാം. നമുക്കറിയാം ഇത് പരസ്പരം ഗുണിക്കണം. 1 ഗുണം 48,000 എന്ന് പറഞ്ഞാൽ 48,000. അടുത്തത് 2 ഗുണം 1920. 2 ഗുണം 1920 എന്ന് പറഞ്ഞാൽ 2 0 0 2 2 4 9 2 18 8 ശിഷ്ടം 1 1 2 2 1 3 3840 വരും. അടുത്ത 1 ഗുണം 76.8. 1 ഗുണം 76.8 എന്ന് പറഞ്ഞാൽ മക്കളെ 76.8 തന്നെ. ശരി, ഇനി നമുക്കറിയാം താഴെ കിട്ടിയ എല്ലാ പേരെയും കൂടെ കൂട്ടിയാൽ ആ കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന ആകെത്തുക കിട്ടും. താഴെ കിടക്കുന്ന എല്ലാ പേരെയും കൂടെ കൂട്ടിയാൽ കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന ആകെത്തുക കിട്ടും. ആദ്യത്തേതാ ഇതിന് നേരെ കിടക്കുന്നവനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൂട്ടിയാൽ നമ്മുടെ കൂട്ടുപലിശ മാത്രം കിട്ടും. ഇത് കൂട്ടിയാൽ കൂട്ടുപലിശ മാത്രം കിട്ടും. ഇനി ഇതും കൂടി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൂട്ടിയാൽ ആ കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം കിട്ടും. ശരി, നമുക്ക് വേണ്ടത് ഇപ്പോൾ എന്തുവാ? കൂട്ടുപലിശയാണ്. അപ്പം മക്കളെ ആദ്യത്തവനെ ഒഴിവാക്കിയിട്ട് ഇവന്മാരെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എങ്കിൽ ആഡ് ചെയ്യേണ്ട ആരെയൊക്കെയാണ് പറ? 3840 അധികം 76.8. ഓക്കെ, ശരി, നമുക്കൊന്ന് കൂട്ടാം. 0.8 അങ്ങനെ തന്നെ. 6 ഇവിടെ, 7 4 11 1 ശിഷ്ടം 1 8 1 9. 3916.8 വരും. 3916.8. 3916.8 വരും. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി 3916.8. നമ്മുടെ ശരി ഉത്തരം 3916.8 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ വെച്ച് കൂട്ടുപലിശ പഠിച്ച ഏതൊരാൾക്കും വളരെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും സിമ്പിളായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണിത്. ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. മരിയ ജോസഫിൽ നിന്നും 5% വാർഷിക സംയുക്ത പലിശ നിരക്കിൽ 16,000 രൂപ കടം വാങ്ങി. 2 വർഷവും 4 മാസവും കഴിയുമ്പോൾ അവൾക്ക് എത്ര തുക തിരികെ നൽകേണ്ടി വരും? ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. 17,640, 17,934, 18,228, 17,943. ചോദ്യം ഒരിക്കൽ കൂടി. മരിയ ജോസഫിൽ നിന്നും 5% വാർഷിക സംയുക്ത പലിശ. മക്കളെ, വാർഷിക സംയുക്തം ഇതും ഒരു ഡിഗ്രി ലെവൽ ചോദ്യമാണ്. എന്താണ് സംയുക്തം? സംയുക്തം മീൻസ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്നതിൻ്റെ കറക്റ്റ് മലയാളമാണ് സംയുക്തം. അപ്പം സംയുക്ത പലിശ മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ. അപ്പോൾ ഒന്നുകൂടെ, മരിയ ജോസഫിൽ നിന്നും 5% കൂട്ടുപലിശ നിരക്കിൽ 16,000 രൂപ കടം വാങ്ങി. 2 വർഷവും 4 മാസവും കഴിയുമ്പോൾ അവക്ക് എത്ര തുക തിരികെ നൽകേണ്ടി വരും? ശരി മക്കളെ, ചോദ്യം ഇങ്ങനെയാണ്. മരിയ വാങ്ങിയ എത്ര രൂപയാണ്? 16,000 രൂപ. 16,000 രൂപയാണ് വാങ്ങിയത്. 5% നിരക്കിലാണ് കടം എടുത്തത്. ഇനി നമ്മുടെ ചോദ്യം 2 വർഷവും 4 മാസവും കഴിയുമ്പോൾ അവൾക്ക് എന്ത് തുക തിരികെ നൽകേണ്ടി വരും എന്നാണ് ചോദ്യം. 2 വർഷവും 4 മാസവും കഴിയുമ്പോൾ. ഓക്കെ, ശരി, നമ്മൾ ഈ ചോദ്യം മക്കളെ ഇത്രയും ചെയ്യാൻ നമുക്കറിയത്തില്ലയോ? 16,000 രൂപ 5% നിരക്കിൽ 2 വർഷത്തേക്ക് അവൾ തിരികെ നൽകേണ്ടി വരുന്ന തുക കണ്ടുപിടിക്കാൻ നമുക്കറിയത്തില്ലയോ? 16,000 രൂപ 2 വർഷത്തേക്ക് 5% നിരക്കിൽ. എങ്കിൽ നമുക്ക് അതൊന്നും ചെയ്തു നോക്കാം. 2 വർഷത്തെ ഒന്ന് ചെയ്തു നോക്കാം. ശരി, അപ്പോൾ 2 വർഷത്തിൻ്റെ കണക്ക് നമ്മൾ ചെയ്യുന്നത് 121 എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ്. 121 ശരിയാണോ? ശരി, അവൾ കടമെടുത്തത് 16,000 രൂപയാണ്. അതങ്ങോട്ട് എഴുതി. ഇനി 5% നിരക്കിലാണ് കടമെടുത്തത്. അപ്പം 16,000-ന് 5% കാണണം, അവിടെ കിട്ടുന്നതിന് 5% കാണണം, അപ്പുറത്ത് എഴുതണം.
അപ്പം 16,000-ൻ്റെ 5% കാണാൻ നമ്മൾ ആദ്യം എന്തു ചെയ്യും? 5% കാണാൻ വളരെ എളുപ്പമാണ്. എന്തുവാ? 10% കണ്ടിട്ട് അതിൻ്റെ പകുതി പറഞ്ഞാൽ മതി, 5% ആകും. അപ്പം 16,000-ൻ്റെ 10% കാണാൻ മക്കളെ വലത്ത് നിന്നും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യണം. അല്ലാതെ 0 കളഞ്ഞ് പോകണം എന്നൊന്നും പഠിച്ചു നോക്കണ്ട. വലത്ത് നിന്നും ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യണം. എങ്കിൽ 16,000-ൻ്റെ 10% എന്നത് 1,600 എന്ന് വരും. 10% 1,600 എങ്കിൽ 10%-ൻ്റെ പകുതി അല്ലയോടാ 5%. 10% 1,600 എങ്കിൽ അതിൻ്റെ പകുതി 800. അതാണ് 5%. ഓക്കെ ആണോ? അതാണ് 5%. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, ഇനി 800-ൻ്റെ 5% എന്താ അപ്പുറത്തോട്ട് എഴുതണം. നമുക്കറിയാം 800-ൻ്റെ 10% എന്നത് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം 80 എന്ന് വരും. 10% 80 എങ്കിൽ 80-ൻ്റെ പകുതിയാണ് 5%. 80-ൻ്റെ പകുതി 40, അതായിരിക്കും 5%. ശരി, നമുക്കിതൊന്ന് ഗുണിക്കാം. ഗുണിക്കുമ്പം 1 ഗുണം 16,000 എന്ന് പറഞ്ഞാൽ 16,000 എന്ന് വരും. 2 ഗുണം 800 എന്ന് പറഞ്ഞാൽ 1,600 എന്ന് വരും. 1 ഗുണം 40 എന്നാൽ 40 വരും. എങ്കിൽ മരിയയ്ക്ക് 2 കൊല്ലം കഴിയുമ്പോൾ ജോസഫിന് തിരിച്ചു കൊടുക്കേണ്ട തുക, മരിയ 2 കൊല്ലം കഴിയുമ്പോൾ ജോസഫിന് തിരിച്ചു കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്, മക്കളെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കണക്കിലും പറഞ്ഞു, താഴെ കിടക്കുന്ന എല്ലാ പേരെയും കൂടെ കൂട്ടിയാൽ അതാണ് തിരിച്ചു കൊടുക്കേണ്ട തുക, അല്ലെങ്കിൽ അതാണ് ഒരു ബാങ്കിൽ നമുക്ക് മൊത്തത്തിൽ കിട്ടേണ്ട തുക. എങ്കിൽ അതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 16,000 പ്ലസ് 1,600 പ്ലസ് 40 കൂട്ടുമ്പം എന്തോ വരും? 17,640 എന്ന് വരും. ഇതാണ് മരിയ 2 കൊല്ലം കഴിയുമ്പോൾ ജോസഫിന് തിരിച്ചു കൊടുക്കേണ്ട തുക. 2 കൊല്ലം കഴിയുമ്പം 17,640. നമ്മുടെ ചോദ്യം എന്തുവാ? 2 കൊല്ലവും 4 മാസവും കഴിയുമ്പോൾ എന്ത് തുക തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ആര് കണ്ടുപിടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. 2 കൊല്ലം കഴിയുമ്പം ഈ തുക തിരിച്ചു കൊടുക്കണം. എങ്കിലൊരു 4 മാസം കൂടെ കഴിയുമ്പം ഈ മൊത്തത്തിലുള്ള തുകയുടെ, നമുക്കറിയാമല്ലോ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ മുതലിൻ്റെയും പലിശയുടെയും കൂടെ പലിശ കാണും. മുതലിൻ്റെയും പലിശയുടെയും കൂടെ പലിശ കാണും. എങ്കിൽ ഈ 17,640-ൻ്റെ മൊത്തത്തിലെ ഒരു പലിശ 4 മാസത്തെ പലിശ കൊടുക്കണ്ടായോ? കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 4 മാസത്തെ സാധാരണ പലിശയുടെ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും 4 മാസത്തെ കൂട്ടുപലിശയും. ഓക്കെ ആണോ? ഇനിയും മക്കളെ ഒരു 4 മാസത്തെ സാധാരണ പലിശ കാണുന്ന രീതിയിൽ ചെയ്താൽ മതി. എങ്കിൽ സാധാരണ പലിശ കാണുന്നത് ഇങ്ങനെയാണ്. 17,640-ൻ്റെ 4 മാസത്തെ സാധാരണ പലിശ കാണണം. നമുക്ക് 4 മാസത്തെ പലിശ കാണാൻ നമുക്കറിയാം എത്ര ശതമാനമോ നിരക്ക്? 5%. 5%. ശരിയാണോ? അപ്പോൾ 5/100 എന്ന് എഴുതാം. 17,640-ൻ്റെ 5% കണ്ടുപിടിക്കണ്ടേ? ഇനി അത് 4 മാസമാക്കാൻ 12-ൽ 4 എന്ന് എഴുതണം. 4/12 എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ 2 വർഷത്തെ മുതലും പലിശ അടക്കം കണ്ടുപിടിച്ച് വെച്ചിരിക്കുമോ? 2 വർഷത്തെ മുതലും പലിശ അടക്കം കണ്ടുപിടിച്ച് വെച്ചിരിക്കുമോ? ഇനി ഒരു 4 മാസത്തെ പലിശയോടെ കിട്ടിയാൽ മതി. അതായിരിക്കണമല്ലോ മരിയ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം 4 മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ മുതലിനും പലിശ കൊടുക്കണം, പലിശയ്ക്കും പലിശ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 17,640 രൂപയ്ക്ക് പലിശ കൊടുക്കണം. എങ്കിൽ 17,640-ൻ്റെ 5% വെച്ച് 4 മാസം. ശരി, നമുക്ക് വെട്ടാൻ പറ്റും. 0-ഉം 0-ഉം മക്കളെ വെട്ടിക്കളഞ്ഞു. 5-നകത്തിൽ 5 ഒരു വെട്ടം, 10-നകത്തിൽ 5 2 വെട്ടം. ഓക്കെ, 4-നകത്ത് 4 ഒരു വെട്ടം, 12-നകത്ത് 4 3 വെട്ടം. ഓക്കെ, അടുത്ത 2-നകത്ത് 2 ഒരു വെട്ടം, 17-നകത്ത് 2 8 വെട്ടം. 8 2 16. ശിഷ്ടം 1 ഉണ്ടേ, ആ 1 അപ്പുറത്ത് കൊടുത്താൽ 16. വീണ്ടും 8 വെട്ടം. ഇവിടെ 4-നകത്തിൽ 2 വെട്ടം. ഇപ്പം ഇങ്ങനെ വരും. 882/3 എന്ന് വന്നു. മക്കളെ വേറെ ഒന്നുമില്ല, മുകളിൽ കിടക്കുന്ന 882 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്നൂടെ വെട്ടാം. 3-നകത്ത് 3 ഒരു വെട്ടം, 8-നകത്ത് 3 2 വെട്ടം. 3 2 6, ശിഷ്ടം 2 ഉണ്ട്. 28-നകത്തിൽ 9 3 27. ശിഷ്ടം 1 ഉണ്ട്. 12-നകത്തിൽ 4 3 12. ഇനി വെട്ടാനൊന്നും തന്നെ ഇല്ല, നമ്മളെല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു. 294 എന്ന് കിട്ടും. 294. എങ്കിൽ 2 വർഷത്തെയും 4 മാസത്തെയും ആകെ തിരിച്ചു കൊടുക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ 17,640 പ്ലസ് 17,640 പ്ലസ് 294. ശരി, നമുക്ക് കൂട്ടാം. 4 9 4 13 3, ശിഷ്ടം 1.
6 2 8 1 9, 7 ഇവിടെ തന്നെ, 1 അവിടെ തന്നെ, 17,934 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 17,934. ശരി ഉത്തരം 17,934. 17,934. മക്കളെ ഓപ്ഷൻ ബി കിടക്കുന്നത് കണ്ടോ? 17,934 നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ശരി, നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. വാ. അപ്പോൾ ഈ ചോദ്യം വ്യക്തമാണ്, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 17,934. നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കണം. 17,943 എന്നൊരു സാധനം കിടപ്പുണ്ട്. 17,943 നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അതാണ് ഉത്തരവും തോന്നിക്കും, അതാണ് നമ്മുടെ ശരി ഉത്തരം തോന്നിക്കും. എന്നാൽ ശരി ഉത്തരം ഏതാ? 17,934. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? വാ. 2 വർഷത്തേക്കുള്ള 10,000 രൂപയ്ക്കുള്ള ലളിതമായ പലിശ 2,400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടെ. 2 വർഷത്തേക്കുള്ള 10,000 രൂപയുടെ ലളിതമായ പലിശ. മക്കളെ ലളിതം ലളിതം ലളിതം, ഇതും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് മലയാളത്തിലൊക്കെ വാക്ക് വരുന്നത്. ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്തിലൊക്കെ ഇട്ട് വാക്ക് കൊടുക്കുമ്പം ദാ ഇങ്ങനെയാണ് ലളിതം വരുന്നത്. ലളിതം എന്നൊരു വാക്ക് വരുന്നത്. ലളിതം എന്ന് പറഞ്ഞാൽ മക്കളെ സിമ്പിൾ, സിമ്പിൾ. ലളിതം മാറ്റി അവിടെ സിമ്പിൾ ചേർത്തൊന്ന് വായിച്ചു നോക്കി. സിമ്പിൾ പലിശ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ, സാധാരണ പലിശ. അപ്പോൾ മക്കളെ നമുക്കൊന്നുകൂടെ വായിക്കാം. 2 വർഷത്തേക്ക് 10,000 രൂപയുടെ സാധാരണ പലിശ 2,400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്ര? ഇതാണ് ചോദ്യം. ചോദ്യം ഞാനൊന്ന് എഴുതി വെക്കുക മക്കളെ. എടാ 10,000 രൂപയ്ക്ക് നോക്ക്, 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400 രൂപയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട്? എടാ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. പ്രിൻസിപ്പൽ എമൗണ്ട് 10,000. നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, വർഷങ്ങളുടെ എണ്ണം ഉണ്ട് 2. ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കുള്ള പലിശയാണ് 2,400. 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400. 10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400 എങ്കിൽ നമ്മുടെ ചോദ്യം അതേ തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നാ ചോദിക്കുന്നത്. എടാ കൂട്ടുപലിശ കാണണമെങ്കിൽ പലിശ നിരക്ക് വേണ്ടേ? പലിശ നിരക്ക് വേണ്ടേ? എങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കൂട്ടുപലിശ കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം, പലിശ നിരക്ക് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തില്ല? പലിശ നിരക്കില്ല. എടാ പ്രിൻസിപ്പൽ എമൗണ്ട് സാധാരണ പലിശയ്ക്കകത്ത് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് മുതൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് അതായത് വർഷങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് അതായത് പലിശ തന്നിട്ടുണ്ട്. എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. I = PNR/100. I = PNR/100. I = PNR/100. എങ്കിൽ 6 കണ്ടുപിടിക്കാൻ 6നെ അവിടെ തന്നെ എഴുതി. ബാക്കി PN/100 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം ഇവിടെ ഒരു ഐ കിടപ്പുണ്ട്, ദാ തിരിച്ചു വീഴും, ദാ 100 മേളിൽ പോവും, PN താഴെ വരും. I × 100/PN എന്നാണ് വരുന്നത്. ഓക്കെ, ശരി, നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. മക്കളെ ഐ നമുക്കറിയാം 2,400, പലിശ നമുക്കറിയാം 2,400 ഇൻറ്റു 100 അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ പി പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 ഇൻറ്റു ദാ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് 2. ഓക്കെ, ശരി, വെട്ടാം. ദാ ഈ 0 പോവും. ദാ ഈ 0 പോവും. ശരി, ഇനി ആകെപ്പാടുള്ളത് 24/2. നമുക്കറിയാം 24/2 എന്ന് പറഞ്ഞാൽ 12. 24/2 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ മനസ്സിലായടാ, ഇവിടുത്തെ പലിശ നിരക്ക് 12%. ഇവിടുത്തെ പലിശ നിരക്ക് 12%. ഇത്രയും ക്ലിയർ ആണോ? ഇവിടുത്തെ പലിശ നിരക്ക് 12%. എങ്കിൽ ദാ 10,000 രൂപ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 2,400 എങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് 12%. ഇത്രയും ക്ലിയർ ആണോ? എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? അതേ മൂലധനത്തിന് എന്ന് പറഞ്ഞാൽ അതേ പ്രിൻസിപ്പൽ എമൗണ്ടിന് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര?
എന്ന് പറഞ്ഞാൽ അതേ ശതമാനം നിരക്കിൽ ഉള്ള കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ മക്കളെ 10,000 രൂപയ്ക്ക് നമ്മുടെ ചോദ്യം ഇതാ ഇങ്ങനെയായിട്ട് മാറും. 10,000 രൂപയ്ക്ക് ഇതാ 2 വർഷത്തെ 12% നിരക്കിലുള്ള കൂട്ടുപലിശ എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ. അപ്പം നമ്മുടെ കയ്യിൽ കൂട്ടുപലിശ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? വർഷം വേണം, പലിശ നിരക്ക് വേണം, അതുപോലെ മുതലും വേണം. മുതൽ വേണം, വർഷം വേണം, പലിശ നിരക്ക് വേണം. അപ്പോൾ ഈ പലിശ നിരക്ക് നമ്മുടെ കൈവശം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പലിശയിൽ നിന്നും പലിശ നിരക്ക് ആദ്യം കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമുക്കിതാ 2 വർഷത്തിൻ്റെ കണക്കൊന്ന് ചെയ്ത് നോക്കാം. 2 വർഷമാകുമ്പോൾ മക്കളെ 1 2 1. ഓക്കെ, 10,000 അങ്ങോട്ട് എഴുതണം. 10,000 10,000ൻ്റെ 12% കണ്ടുപിടിക്കണം. നമുക്കറിയാം 10,000ൻ്റെ 1% എന്ന് പറഞ്ഞാൽ മക്കളെ 100. 12% കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം 1% കണ്ടുപിടിക്കുക. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് 100 എന്ന് വരും. എടാ 1% 100എങ്കിൽ 12% ആക്കാൻ ഇൻറ്റു 12 ചെയ്താൽ മതി. 12 × 100 എന്ന് പറഞ്ഞാൽ 1200. ഓക്കെ, അടുത്തത് 1200 12% അപ്പുറത്തോട്ട് കണ്ടുപിടിക്കണം. 1200 12% എന്ന് പറഞ്ഞാൽ മക്കളെ ആദ്യം 1200 1% പറ. 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റുമ്പം 12 എന്ന് വരും. ഓക്കെ, എങ്കിൽ 1% 12 എങ്കിൽ 12% ആക്കാൻ അതിനെ 12 കൊണ്ട് ഗുണിക്കണം. 1% 12, 12% ആക്കാൻ അതിനെ 12 കൊണ്ട് ഗുണിക്കും. 12 × 12 എന്ന് പറഞ്ഞാൽ 144. ഓക്കെ ഇല്ലയോ? ശരി, നമുക്കിതാ താഴെ വരയ്ക്കാം. ഇത് പരസ്പരം ഗുണിക്കാം. 1 × 10,000 എന്ന് പറഞ്ഞാൽ 10,000. 2 × 1200 എന്ന് പറഞ്ഞാൽ 2400. 1 × 144 എന്ന് പറഞ്ഞാൽ 144. നമുക്ക് വേണ്ട ചോദ്യം എന്തുവാ? എങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്ര? കൂട്ടുപലിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് മൊത്തവും പേരെയും കൂടെ കൂട്ടിയാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന ആകെ തുക കിട്ടും. നമുക്കത് വേണ്ട. കൂട്ടുപലിശ മാത്രം മതിയെങ്കിൽ ഇവനെ ഒഴിവാക്കാം. ബാക്കിയുള്ളവരെ കൂട്ടിയാൽ മതി. അതായത് 2400 അധികം 144 എന്ന് വരും. ശരി, കൂട്ടുമ്പം 4 താഴെ, വീണ്ടും 4 താഴെ, 4 1 5, 2 താഴെ, 2544 എന്ന് വരും. എങ്കിൽ അതേ മൂലധനത്തിന് അതേ വർഷത്തിലെ അതേ ശതമാനം നിരക്കിലുള്ള കൂട്ടുപലിശ 2544. നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2544 ആണ്. ക്ലിയർ ആണോ? വ്യക്തമല്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിച്ചാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തവണ കൂടി റിപ്പീറ്റ് അടിച്ച് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം പാസ്കൽ ട്രയാങ്കിൾ അറിയാവുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരാൾ 20,000 രൂപ 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. എന്നാൽ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. നമ്മുടെ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. 2022 ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യമാണ്. ഒരാൾ 20,000 രൂപ 10% കൂട്ടുപലിശ കാണുന്ന ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. എങ്കിൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന അയാൾക്ക് ആകത്തുക. ഓപ്ഷൻ ഉണ്ട് മക്കളെ. 22,000, 24,200, 22,400, 22,200. ഓക്കെ, ശരി. ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ 20,000 രൂപ മക്കളെ നിക്ഷേപിച്ച തുക നോക്ക്. 20,000 രൂപയാണ് നിക്ഷേപിച്ചത്. 10% നിരക്കിലാണ്. 10% നിരക്കിലാണ് നിക്ഷേപിച്ചത്. ഇനി 2 വർഷത്തേക്കുമാണ് നിക്ഷേപിച്ചത്. ഓക്കെ, 2 വർഷത്തേക്കുമാണ് നിക്ഷേപിച്ചത്. കൂട്ടുപലിശയാണെന്ന് പിന്നെ എടുത്ത് പറയണ്ടല്ലോ. കൂട്ടുപലിശയാണ് നിക്ഷേപിച്ചത്. എങ്കിൽ അയാൾക്ക് 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന ആകത്തുക എത്ര? 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന ആകത്തുക എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 20,000 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള ആകത്തുക കണ്ടുപിടിക്കണം. 20,000 രൂപ 2 വർഷത്തേക്കുള്ള ആകത്തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്കറിയാം 2 വർഷത്തിൻ്റെ നമ്മുടെ പാസ്കൽ ട്രയാങ്കിളിൻ്റെ കോഡ് 121 121. 20,000 രൂപയാണ്. അത് ആദ്യം അങ്ങോട്ട് എഴുതാം. 10% നിരക്ക്. വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ടക്കനേന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. 20,000 രൂപയുടെ 10%. 20,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. 2,000 എന്ന് വരും.
20,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 2,000 എന്ന് വരും. 20,000 രൂപയുടെ 10% 2,000 എന്ന് വരും. ശരി, അടുത്ത 2,000-ൻ്റെ 10% അപ്പുറത്ത് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുമ്പം 200 എന്ന് വരും. ഓക്കെ ആണോ? 200 എന്ന് വരും. ശരി, ഇനി പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല, ഗുണിച്ചാൽ മാത്രം മതി. 1 × 20,000 മക്കളെ, അത് 20,000 തന്നെ. 2 × 2,000 അത് 4,000. 1 × 200 അത് 200. നമ്മുടെ ചോദ്യം, എങ്കിൽ കാലാവധി കഴിയുമ്പോൾ അഥവാ 2 വർഷം കഴിയുമ്പോൾ എത്ര തുക തിരിച്ചു കിട്ടുമെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ആകെ ലഭിക്കുന്ന തുകയാണ് ചോദ്യം. നമുക്കറിയാം, ഇതെല്ലാം കൂട്ടിയാൽ മതി. കൂട്ടാൻ വളരെ സിമ്പിളാണ്, എങ്കിലും ഞാൻ എഴുതി കൂട്ടുന്നു. 2,000 പ്ലസ് 4,000 പ്ലസ് 200. 2,000 പ്ലസ് 4,000 പ്ലസ് 200. നമ്മുടെ ഉത്തരം കിട്ടും 24,200 എന്ന്. നമ്മുടെ ശരി ഉത്തരം മക്കളെ 24,200. 24,200 നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, 24,200. ഇവിടെയും ഓപ്ഷൻ ബി തന്നെയാണ് ശരി ഉത്തരം, 24,200. 22,400 കാണാൻ പറ്റും. നമ്മളെ ഒരു ചെറിയ അക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? 24,200 കിടപ്പുണ്ട്, 22,400 കിടപ്പുണ്ട്. ഒരക്ക അപ്പുറത്തോണ്ടെന്ന് മാറിയതേ ഉള്ളൂ. കുറേ പേരെങ്കിലും ഇതൊന്ന് കറപ്പിക്കാൻ ഒരു കുത്തെങ്കിലും കുത്തിവെക്കും പേന. പിന്നീടായിരിക്കും ശ്രദ്ധിക്കുന്നത്, അയ്യോ ഇതല്ലല്ലോ മറ്റേതാണല്ലോ എന്ന്. അപ്പം അത്ര സൂക്ഷ്മതയോട് കൂടി വേണം ഇനിയുള്ള ഓരോ പരീക്ഷയും നമ്മൾ സമീപിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരി ഉത്തരം എത്ര? 24,200. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. പ്രതിവർഷം 5% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശ 2,050 2 വർഷത്തേക്ക് അതേ നിരക്കിൽ അതിൻ്റെ ലളിതമായ പലിശ ഡാഷ് ആയിരിക്കും. ചോദ്യം ഒരിക്കൽ കൂടെ. പ്രതിവർഷം 5% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശ 2,050 2 വർഷത്തേക്ക് അതേ തുകയുടെ അല്ലെങ്കിൽ അതേ നിരക്കിൽ അതിൻ്റെ ലളിതമായ പലിശ, നമുക്കറിയാമല്ലോ ലളിതമായ പലിശ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സിമ്പിൾ ഇൻട്രസ്റ്റ്, അതാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അതായത് 5% വെച്ച് പലിശ കാണുന്നൊരു ബാങ്കിൽ നമ്മൾ ഏതോ ഒരു തുക കൊണ്ടിട്ട്, നമുക്കറിയത്തില്ല തുക എത്രയാണ്, എത്രയോ ഒരു തുക കൊണ്ടിട്ട് ആ തുക 2 കൊല്ലം കഴിഞ്ഞപ്പം പലിശ ഇനത്തിൽ മാത്രം 2,050 രൂപ ലഭിച്ചു. നമുക്ക് ആകപ്പാടെ എന്തോ അറിയാം, എടാ അവിടെ 5% പലിശ നിരക്കെന്നും അറിയാം, 2 വർഷമാണ് നിക്ഷേപിച്ചതെന്നും അറിയാം. 5% പലിശ നിരക്കെന്നും അറിയാം, 2 വർഷമാണ് നിക്ഷേപിച്ചതെന്നും അറിയാം. അപ്പോൾ 2 കൊല്ലം കൊണ്ട് നമുക്ക് 2,050 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. എങ്കിൽ അതേ തുക സാധാരണ പലിശ കാണുന്നൊരു ബാങ്കിൽ അതേ കാലയളവിൽ അതേ ശതമാനം നിരക്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതേ തുക നിക്ഷേപിച്ച തുക എത്രയാണോ അത് തന്നെ 5% നിരക്കിൽ തന്നെ 2 വർഷത്തേക്ക് തന്നെ ഒരു സാധാരണ പലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ അവിടെ ലഭിക്കുന്ന പലിശ എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. ശരി, ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ മക്കളെ, നമ്മുടെ ഈ തന്നിരിക്കുന്നത് 2 വർഷത്തെ കൂട്ടുപലിശ ഇല്ലയോ? എടാ 1% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ ഇല്ലയോ? ഒരു നിശ്ചിത ശതമാനം നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ ഇല്ലയോ? ആണ്. ഒരു നിശ്ചിത ശതമാനം നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശയാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, 2 വർഷത്തെ കൂട്ടുപലിശ നമ്മളെ തരും എങ്കിൽ 2 വർഷത്തെ സാധാരണ പലിശ കാണാൻ പറയും. തിരിച്ചും പറയും, 2 വർഷത്തെ സാധാരണ പലിശ തരും, 2 വർഷത്തെ കൂട്ടുപലിശ കാണാനും പറയും. ചോദ്യം പറഞ്ഞ രീതി ഒന്നുകൂടെ, 1% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ തന്നിട്ട് 2 വർഷത്തെ സാധാരണ പലിശ കാണാൻ പറയും. അതർവൈസ് തിരിച്ചു പറഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ തരും, എന്നിട്ട് 2 വർഷത്തെ കൂട്ടുപലിശ കാണാൻ പറയും. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ, പറയുന്നത് ശതമാനം പറയുമ്പം ഒരു ശതമാനം പറയുമ്പം 2 വർഷത്തെ സാധാരണ പലിശയെ നിങ്ങൾ 200% എന്നങ്ങ് കോഡ് ചെയ്യണം, എന്നങ്ങ് വിളിക്കണം. എപ്പോഴും 2 വർഷത്തെ സാധാരണ പലിശയാണോ എങ്കിൽ അതിനെ 200% എന്ന് വിളിക്കണം. 2 വർഷത്തെ കൂട്ടുപലിശയാണോ അതിനെ 200+ ഈ പറയുന്ന ശതമാനം എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉദാഹരണം, 5% പലിശ നിരക്കെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ മക്കളെ 200%. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ 200+5 205%. 6% പലിശ നിരക്കെങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ 200%. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ 206%.
അവിടെ ഒരു 8% പലിശ നിരക്കെങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ 200%. 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ 208%. 10% പലിശ നിരക്കെങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ 200%. 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ 210%. ക്ലിയർ ആണോ? മനസ്സിലായോ? ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് എന്തുവാ? 2 കൊല്ലത്തെ കൂട്ടുപലിശയാണ് മക്കളെ തന്നിരിക്കുന്നത് 2050 എന്ന്. നമ്മൾ ചെയ്യണം, നമുക്കറിയാം 2 കൊല്ലത്തെ കൂട്ടുപലിശയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 കൊല്ലത്തെ കൂട്ടുപലിശയെ നമ്മൾ 200 + 5 205% എന്ന് വിളിക്കും. 205% എന്ന് വിളിക്കും. എങ്കിൽ 205% സുഹൃത്തുക്കളെ 2050. 205% മക്കളെ 2050. എങ്കിൽ 2 വർഷത്തെ സാധാരണ പലിശ കാണാനാ പറയുന്നത്. എങ്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും അത് 200 ആയിരിക്കും. അപ്പോൾ 200% കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ശരി, നമുക്കറിയാം ഇത് ക്രോസ് ഗുണിച്ചാൽ മതിയാകും. ക്രോസ് ഗുണിക്കുമ്പം ഒന്ന് നോക്കി, 200 × 2050 / 205 എന്ന് വരും. ശരി, താഴെ ഒരു 205 ഉണ്ട്, മുകളിലും ഒരു 205 ഉണ്ട്, വെട്ടിക്കളയാൻ പറ്റും. ഇവിടെ ഒരു തവണ ഒരു 0 കൊണ്ട് ചേർത്ത് എഴുതിയാൽ 10 എന്ന് വരും. 200 × 10 എന്ന് പറഞ്ഞാൽ 2000 എന്ന് കിട്ടുകയും ചെയ്യും. 2000 നമ്മുടെ ശരി ഉത്തരം 2000. നമ്മുടെ റൈറ്റ് ആൻസർ 2000. ഇനി ഈ ചോദ്യം ഇങ്ങനെയാണെന്നിരിക്കട്ടെ, തിരിച്ച് ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ 2000. മക്കളെ 2 വർഷത്തെ സാധാരണ പലിശ 2000. 2 വർഷത്തെ സാധാരണ പലിശ 2000. എങ്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്ര എന്നും PSCക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യണ്ടേ? 5% നിരക്കിൽ 2 കൊല്ലം ആയിരിക്കണം, എങ്കിലേ ഞാൻ ഈ പറഞ്ഞ പണി നടക്കത്തുള്ളൂ. 2 കൊല്ലത്തെ സാധാരണ പലിശയെ നമ്മൾ എന്ത് വിളിക്കും? 200% എന്ന്. 2 കൊല്ലത്തെ കൂട്ടുപലിശയെ നമ്മൾ എന്ത് വിളിക്കും? 205% എന്ന്. ശരിയാണോ? ഇനി 6% വെച്ചായിരുന്നെങ്കിലും 2 കൊല്ലത്തെ സാധാരണ പലിശ 200, 2 കൊല്ലത്തെ കൂട്ടുപലിശ 206. ശരി, അപ്പോൾ നമ്മൾ ചെയ്യുമായിരുന്നു, ഈ തന്നിരിക്കുന്ന 2 കൊല്ലത്തെ സാധാരണ പലിശ ആയിരിക്കുന്നുണ്ട്. 2 കൊല്ലത്തെ സാധാരണ പലിശ നമ്മൾ 200% എന്ന് വിളിക്കും. ആ 200% 2000. എങ്കിൽ 2 കൊല്ലത്തെ 5% വെച്ചുള്ള കൂട്ടുപലിശ കാണാൻ പറയുമ്പം 205% തിരിച്ച് കാണണം. ഓക്കെ ആണോ? 205% കണ്ടുപിടിച്ചാൽ മതി, അതിന് ക്രോസ് ഗുണിച്ചാൽ മതി എപ്പോഴും. ഓക്കെ ആണോ? അപ്പം ഇവിടെ ഇപ്പോൾ ക്രോസ് ഗുണിക്കുമ്പോൾ 2050 വരും. അതുകൊണ്ട് ക്രോസ് ഗുണിക്കുന്നില്ല. ഉത്തരം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ശരി ഉത്തരം 2000 ശരി ഉത്തരം ഓപ്ഷൻ എ 2000. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. ഓക്കെ അല്ലയോ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇനി ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യും എന്നെനിക്കറിയാം. അപ്പം ഏറ്റവും അവസാനം നടത്തിയ 2023 സിവിൽ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ചോദ്യമാണ്. ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്ര? ഒരിക്കൽ കൂടി, വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 ആയി. എങ്കിൽ പലിശ നിരക്ക് എത്ര? ശരി മക്കളെ, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരാൾ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2000 രൂപ നിക്ഷേപിച്ചു. നിക്ഷേപിച്ചത് എത്ര? നിക്ഷേപിച്ചത് 2 വർഷത്തേക്കാണ്. പലിശ നിരക്ക് നമ്മുടെ കയ്യിലില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന 3 ഉത്തരങ്ങളുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാമായിരുന്നെങ്കിൽ 2000 രൂപ നിക്ഷേപിച്ചു, 2 കൊല്ലത്തേക്ക് നിക്ഷേപിച്ച പലിശ നിരക്ക് അറിയത്തില്ല, അതും കൂടി അറിയാമായിരുന്നുവെങ്കിൽ നമ്മൾ ഇത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു 3 ഉത്തരങ്ങളുണ്ടായിരുന്നു. എങ്കിൽ കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന ആകെത്തുക എത്ര? ഓർമ്മയുണ്ടോ? കണ്ടുപിടിക്കുമായിരുന്നു. അതുപോലെ കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? കണ്ടുപിടിക്കുമായിരുന്നു. എങ്കിൽ കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം എത്ര? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇവിടെ നമ്മുടെ ഈ തന്നിരിക്കുന്നത് എന്തുവാ? കാലാവധി കഴിഞ്ഞപ്പോൾ തുക 2205 ആയെന്ന്. മക്കളെ, തുക 2205 ആയെന്ന് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 2205 രൂപ തിരിച്ചു കിട്ടിയെന്ന്. 2205 രൂപ തിരിച്ചു കിട്ടിയെന്ന്. അല്ലെങ്കിൽ വേണേൽ പറയാം പലിശ 205 വേണേലും പറയാം. 2000 നിക്ഷേപിച്ചപ്പോൾ 2205 കിട്ടുമ്പം പലിശ വേണേൽ 2500 205 പറയാം.
205 പറയാം, പലിശ 205 പറയാം. 2205 കിട്ടിയതിനകത്ത് 2000 നമ്മുടെ മുതലാണ്, ബാക്കി 205 പലിശ. വേണ്ട, മൊത്തം തുകയും കിടന്നോട്ടെ. ശരി, നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ മക്കളെ കൂട്ടുപലിശയ്ക്കകത്തിലെ ഇവനെയോ മിസ്സാക്കി തന്നാൽ പകരം ആകത്തുക തരും, അല്ലെങ്കിൽ കൂട്ടുപലിശ തരും, അല്ലെങ്കിൽ കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം തരും. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ഓപ്ഷൻ പരിശോധിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞായിരുന്നു. മക്കളെ ഓപ്ഷൻ പരിശോധനയാണ് നല്ലത് എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓപ്ഷൻ പരിശോധന ഞാൻ ആദ്യം 8% വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മക്കളെ 8% വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ 8% നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ 8% ഇട്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം വർഷത്തെ പരിഗണിച്ച് വർഷത്തിൻ്റെ കോഡ് എഴുതുക 121. ശരി, 2000 അങ്ങോട്ട് എഴുതുക, 2000 ഓക്കെ ആണോ? 2000 എഴുതി. ഇനി 2000-ലെ 8% കണ്ടുപിടിച്ച് പോകുമ്പം ആകത്തുക 2205 കിട്ടുമെന്ന് നോക്കാം. കിട്ടിയാൽ 8% നമ്മുടെ ശരി ഉത്തരം. നോക്കാം, 2000-ൻ്റെ 8% കാണാൻ മക്കളെ 2000-ൻ്റെ 1% 20. 20 × 8 ചെയ്യേണ്ടത്. 8 2 16, 160 വരും. അടുത്ത 160-ൻ്റെ 8% അപ്പുറത്ത് കണ്ടുപിടിക്കണം. അതിന് 160-ൻ്റെ 1% കാണുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് 1.6 വരും. 1.6 × 8 ചെയ്യണം. മക്കളെ നമുക്കറിയാം 1.6-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായാലും പോയിൻ്റേ വരത്തുള്ളൂ. ശരിയാ, എന്തായാലും പോയിൻ്റേ വരത്തുള്ളൂ. അപ്പം 1 കൊണ്ട് ആ പോയിൻ്റ് സംഖ്യ ഗുണിക്കുമ്പോഴും താഴെയും മക്കളെ പോയിൻ്റ് അല്ല വരത്തുള്ളൂ. താഴെയും പോയിൻ്റ് വരത്തില്ലയോ? വരും. എന്നാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്തുവാ? ആകത്തുക 2205 രൂപ കിട്ടുമെന്ന്. അവിടെ പോയിൻ്റ് ഉണ്ടോ? അവിടെ പോയിൻ്റ് ഇല്ല. അവിടെ പോയിൻ്റ് ഇല്ല. നമുക്കറിയാം 1.6 × 8 ചെയ്യുമ്പോൾ എന്തായാലും പോയിൻ്റ് വരും. അപ്പോൾ ഒന്നുമായിട്ട് ആ പോയിൻ്റ് സംഖ്യ ഗുണിക്കുമ്പോൾ താഴെയും ഉറപ്പായിട്ടും പോയിൻ്റ് വരും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇത് 3 കൂടെ കൂട്ടുമ്പോഴും ആ തുകയിലും പോയിൻ്റ് കാണും. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആകത്തുകയിൽ പോയിൻ്റ് ഉണ്ടോ? ഇല്ല, പോയിൻ്റ് ഇല്ല. അപ്പോൾ മനസ്സിലായി, ഇതല്ല നമ്മുടെ ശരിയായ ഓപ്ഷൻ, ഇതല്ല നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓപ്ഷൻ പരിശോധിക്കണം. സെക്കൻഡ് ഓപ്ഷൻ 2%. 2% ഇട്ടാലും ഏകദേശം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ശരി, ഞാൻ അടുത്ത മൂന്നാമത്തെ തേർഡ് ഓപ്ഷൻ 5% എന്ന് പരിശോധിക്കാം. ആദ്യം ഞാൻ 2000 എഴുതി. മക്കളെ 2000 എഴുതി. 2000-ൻ്റെ 5% കാണണം. നമുക്കറിയാം ഒരു സംഖ്യയുടെ 5% കാണാൻ എളുപ്പമാർഗം 10% കണ്ടിട്ട് പകുതി പറയുന്നതാണ്. 2000-ൻ്റെ 10% 200. അതിൻ്റെ പകുതി 100. ഓക്കെ, ഇനി 100-ൻ്റെ 5% അപ്പുറത്തോട്ട് കണ്ടുപിടിക്കാൻ 100-ൻ്റെ 10% കാണണം. 100-ൻ്റെ 10% 10. അതിൻ്റെ പകുതി ആയിരിക്കും 5%, അത് 5. ഓക്കെ, ശരി, ഇവിടെ പോയിൻ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 1 × 2000 എന്ന് പറഞ്ഞാൽ 2000. 2 × 100 എന്ന് പറഞ്ഞാൽ 200. 1 × 5 എന്ന് പറഞ്ഞാൽ 5. കാലാവധി കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആകത്തുകയാണ് അവർ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് എല്ലാവരും ഒന്ന് കൂട്ടി നോക്കാം. 2000 + 200 + 5 എന്ന് പറഞ്ഞാൽ 2205 എന്ന് വരും. എങ്കിൽ കാലാവധി കഴിയുമ്പോൾ അതായത് 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആകത്തുക 2205 നമുക്ക് കിട്ടി. അപ്പം നമുക്ക് കിട്ടാൻ നമ്മൾ ഇട്ടുകൊടുത്ത ഓപ്ഷൻ സി 5%. എങ്കിൽ അവരുടെയും 2205 തന്നെയാണ്. മക്കളെ അവർക്കും 2205 തന്നെ. എങ്കിൽ ശരി ഉത്തരം ഓപ്ഷൻ സി 5%. ഓപ്ഷൻ എ 8% അല്ല, 2% അല്ല, 7% അല്ല, 5% നമ്മുടെ ശരി ഉത്തരം. നമ്മൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ, അതായത് വർഷം മിസ്സാക്കിയാൽ എങ്ങനെ, റേറ്റ് മിസ്സാക്കി തന്നാൽ എങ്ങനെ, അതുപോലെ തുക പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ, ഇതെല്ലാം ഓപ്ഷനകത്ത് ചെയ്തെടുക്കാൻ നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അനു കൃഷി ആവശ്യത്തിനായി 15000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും? ഇവിടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്തെന്നാൽ കൂട്ടുപലിശ എന്നൊരു വാക്ക് വന്നിട്ടില്ല. മക്കളെ കൂട്ടുപലിശ എന്നൊരു വാക്ക് വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. നോക്കി, അനു കൃഷി ആവശ്യത്തിനായി 15000 രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു, വായ്പ എടുത്തു.
ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ പലിശ എത്ര രൂപയാകും? ഇത് കൂട്ടുപലിശ എന്നൊരു വാക്ക് വന്നിട്ടില്ല, മനസ്സിലാക്കിക്കോ. ഇതൊരു സാധാരണ പലിശയുടെ കണക്കാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കണക്കാണ്. മനസ്സിലായോ? സാധാരണ പലിശയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി. അനു നിക്ഷേപിച്ച തുക, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് മക്കളെ 15,000 രൂപ. ഇതാ 8% നിരക്കിലാണ് കടമെടുത്തത്, 6 മാസത്തേക്കാണ് കടമെടുത്തത് എങ്കിൽ പലിശ എത്ര രൂപയാകും എന്നാണ് നമ്മുടെ ചോദ്യം. പലിശ എത്ര രൂപയാകും എന്നാണ് നമ്മുടെ ചോദ്യം. പലിശ കാണാൻ നമുക്കറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റാ. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന മാർഗം എന്തുവാ? I = PNR/100. വേണമെന്നില്ല. നമ്മുടെ മക്കളെ തുകയെന്ന് പറഞ്ഞാൽ 15,000. അതങ്ങോട്ട് എഴുതി. 15,000. 15,000-ൻ്റെ എത്ര ശതമാനം? 8%. അതുകൊണ്ട് 8/100 അങ്ങോട്ട് എഴുതി. 8/100. അപ്പോൾ 8% വെച്ച് 15,000-ൻ്റെ 8% വെച്ച് എത്ര മാസം? വെറും 6 മാസം. അതുകൊണ്ട് 6/12 എന്നെഴുതി. വെറും 6 എന്നെഴുതി കഴിഞ്ഞാൽ 6 വർഷമായി പോവും. അതിനെ 6 മാസം എന്ന് തന്നെ പരിഗണിക്കണമെങ്കിൽ 6-നെ 12 കൊണ്ട് ഹരിക്കണം. ഇനി 6 ദിവസത്തെ പലിശ എന്ന് ചോദിച്ചാൽ 6-നെ 365 കൊണ്ട് ഹരിക്കണം. എടാ 6 മാസത്തെ പലിശ മതിയെങ്കിൽ 6-നെ 12 കൊണ്ട് ഹരിക്കണം. 6 ദിവസത്തെ പലിശയെങ്കിൽ 6-നെ 365 കൊണ്ട് ഹരിക്കണം. 6 വർഷത്തെ പലിശയെങ്കിൽ ഒന്നും ചെയ്യണ്ട, 6 എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണോ? 6 വർഷമെങ്കിൽ വെറും 6. 6 മാസമെങ്കിൽ ആകെ മാസങ്ങളുടെ എണ്ണമായ 12 കൊണ്ട് ഹരിക്കണം. 6 ദിവസമെങ്കിൽ ആകെ ദിവസങ്ങളുടെ എണ്ണമായ 365 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, എങ്കിൽ നോക്ക്, നമുക്ക് വെട്ടാം. ഇതാ 2 0 2 0 വെട്ടിക്കളയാം. 6-നകത്ത് 6 ഒരു വെട്ടം, 12-നകത്ത് 6 2 വെട്ടം, 2-നകത്ത് 2 ഒരു തവണ, 8-നകത്ത് 2 4 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 180 × 4 നമുക്കറിയാം, 15 4 60. ഒരു 0 കൂടെ 600. എങ്കിൽ ദാ 6 മാസം കഴിയുമ്പോൾ അനു തിരിച്ചടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 600 ആണ്. അനു തിരിച്ചടയ്ക്കേണ്ട തുക ഓപ്ഷൻ എ 600. ക്ലിയർ ആണോ? ഓക്കെ അല്ലയോ? ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഇതാണ് ചോദ്യം. നോക്കിയേ മക്കളെ, കഴിഞ്ഞ ചോദ്യത്തെ പോലെ തന്നെയുള്ള ചോദ്യമാണ്, പക്ഷെ ഒരു ചെറിയ മാറ്റം. ദാ അവസാന ഭാഗം കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന ചോദ്യം. എത്ര രൂപ പലിശയായിട്ട് കൊടുക്കണമെന്നല്ല, എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ചോദിക്കുന്നത്. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ഒരു ബാങ്കിൽ നിന്നും കടമെടുത്തു. 8% പലിശ നിരക്ക്. 6 മാസം കഴിയുമ്പോൾ എത്ര രൂപ പലിശയാകുമെന്നല്ല ചോദ്യം, എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന ചോദ്യം. അപ്പോഴും ഇവിടെയും എന്ത് തന്നെ? സാധാരണ പലിശ തന്നെ. എങ്കിൽ സാധാരണ പലിശ കണ്ടിട്ട് നമ്മുടെ മുതലിനോടൊപ്പം കൂട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അതാണ് തിരിച്ചടയ്ക്കേണ്ട ആകത്തുക. എങ്കിൽ മക്കളെ ഒന്നുമില്ല, സാധാരണ പലിശ കാണാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? മുതലുണ്ട്, ദാ പലിശ നിരക്കുണ്ട്, അതുപോലെ 6 മാസമൊന്നുമുണ്ട്. ശരി, എങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 40,000 40,000-ൻ്റെ ദാ എത്ര ശതമാനം? 8%. അപ്പോൾ 8/100 എന്ന് എഴുതാം. ശരി, ഇൻറ്റു 6 മാസത്തേക്കാണ്. നമുക്കറിയാം 6 മാസത്തെ ചിത്രീകരിക്കാൻ 6/12 തന്നെ എഴുതണം. ഓക്കെ, 2 0 2 0 വെട്ടിക്കളയാം. 6-നകത്ത് 6 ഒരു വെട്ടം, 12-നകത്ത് 6 2 വെട്ടം, 2-നകത്ത് 2 ഒരു വെട്ടം, 8-നകത്ത് 4 വെട്ടം. ഇനി ഒന്നും തന്നെ ഇല്ല. 400 × 4 4 4 16 എന്ന് വരും, 1,600 എന്ന് വരും. അതായത് പലിശ 1,600 എന്ന് കിട്ടും. പലിശ 1,600 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികൾ അന്ന് ചെയ്ത പരിപാടിയാണ് മക്കളെ. ഓപ്ഷൻ എ 1,600 പോയും കറപ്പിച്ച് വെച്ച്. എടാ ഓപ്ഷൻ എ 1,600 പോയി കറപ്പിച്ച് വെച്ച്. തെറ്റാ, ഉത്തരം അടപടലം തെറ്റിപ്പോയി. എടാ എല്ലാവർക്കും തെറ്റിപ്പോയി. കാര്യം 1,600 കിട്ടുമ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓപ്ഷൻ തന്നെ കിടക്കുക 1,600 എന്ന്. നമ്മുടെ ചോദ്യം ശ്രദ്ധിക്ക്, ദാ ആദ്യം ശ്രദ്ധിക്ക്, ചിന്തിക്കൂ, എന്നിട്ട് പ്രവർത്തിക്കൂ. എടാ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന ചോദ്യം, അല്ലാതെ പലിശ ഇനത്തിൽ എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്നല്ല. എന്നാൽ കഴിഞ്ഞ ചോദ്യത്തിനകത്ത് പലിശയായിരുന്നു ചോദ്യം. ഇവിടെ അതല്ല, കടം വീട്ടാൻ മൊത്തം എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന്. എങ്കിൽ കടം വീട്ടാൻ മക്കളെ അവൻ കടമെടുത്ത 40,000 അടയ്ക്കണം, 40,000 അടയ്ക്കണം, പ്ലസ് പലിശയായ 1,600 അടയ്ക്കണം.
എങ്കിൽ ദാ ആകെ അടയ്ക്കേണ്ട തുക 41,600. ശരിയാണോ? ആകെ അടയ്ക്കേണ്ട തുക ഓപ്ഷൻ സി 41,600 ആണ്. നമ്മുടെ ശരി ഉത്തരം 41,600. ക്ലിയർ ആണോ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ശരി, അപ്പോൾ നമ്മുടെ കൂട്ടുപലിശ സാധാരണ പലിശ എന്ന ടോപ്പിക്കിൻ്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റുകളായിട്ട് ആവശ്യമാണ്. അപ്പം എല്ലാവരുടെയും കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആദ്യാവസാനം കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.